സുഹൃത്തുക്കളെ, ഇന്നത്തെ സായാഹ്നം ദോഹയിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മിക്കത്തക്കതായി തീരുന്നത് നാം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വ്യക്തിയുടെ ശ്രീ ബെന്യാമിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അഥവാ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാനുള്ള ഉത്കടമായ ആഗ്രഹത്താലാണ്. പ്രവാസികളായ നാം മാതൃഭൂമിയുടെ ചൂടും ചൂരും പലപ്പോഴും അറിഞ്ഞിട്ടുള്ളത് FCCയുടെ കൂട്ടായ്മയിലൂടെയാണ്. നമ്മെ ആകുലതകളും പ്രശ്നങ്ങളും വീർപ്പുമുട്ടിക്കുമ്പോഴും കാലത്തിലേക്ക് തുറന്നിട്ട നെടുങ്കൻ വഴികളാണ് അതിലൂടെ സാധ്യമായത്. അദ്ദേഹം എഴുതിയ കഥയുടെ എല്ലാ സ്വഭാവത്തോടും കൂടി വായിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെയും ബെന്യാമീൻ വരണമെന്നും ഖത്തറിൽ അവരുമായി സംവദിക്കുന്ന ഒരു പരിപാടി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ് FCC ഫ്രണ്ട്സ് കൾച്ചറൽ സെൻറ്റർ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ ഖത്തറിൻ്റെ നിറസാന്നിധ്യമായി നിൽക്കുന്ന FCC ഇതിന് സന്ദർഭമൊരുക്കിയിരിക്കുന്നത്. ഒരു വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് നിങ്ങൾക്ക് മറ്റെന്തെല്ലാം പരിപാടികളുണ്ട് അതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ പരസ്പരം കാണുവാൻ വേണ്ടി ഒന്നിച്ചു കൂടുന്നു എന്നുള്ളത് അത് ബെന്യാമിൻ എന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള ഇഷ്ടമല്ല, നിങ്ങൾക്ക് സാഹിത്യത്തോടുള്ള, അക്ഷരത്തോടുള്ള, വാക്കുകളോടുള്ള ഇഷ്ടമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വാക്കുകളാണ് നമ്മെ പരസ്പരം അടുപ്പിക്കുകയും ഇവിടെ ഒന്നിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്ന ഒരു ഘടകം. സാഹിത്യം അസ്തമിക്കുന്നു, വാക്കുകളുടെ ലോകം അസ്തമിച്ചുകൊണ്ട് ദൃശ്യങ്ങളുടെ ലോകം ഇനി തിരിച്ചു വരാൻ പോകുന്നു എന്നൊക്കെ വിലപിക്കുമ്പോൾ പോലും നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നത് നമ്മൾ വാക്കുകളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇവിടെ വന്നിട്ടുള്ള ഓരോ വ്യക്തിയുടെ ജീവിതം എടുത്ത് നമ്മൾ നോക്കിയാലും പല തരത്തിൽ വ്യത്യസ്തമായ വൈചിത്രം നിറഞ്ഞ ഒരു കഥയുടെ ഉടമസ്ഥരാണ് നാം ഓരോരുത്തരും എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ നമ്മെ തന്നെ നോക്കുമ്പോൾ ഒരു പക്ഷേ എനിക്കുള്ളിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കഥയുണ്ടോ എന്നൊരു സംശയം ഒരുപക്ഷെ നമുക്കുണ്ടായേക്കാം. അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ബെന്യാമിൻ എന്ന ആളുടെ ജീവിതം എടുത്തു നോക്കൂ. ഞാനിത് മാതൃഭൂമിയിലൊരിക്കൽ എഴുതിയിട്ടുള്ളതാണ്. ആവർത്തന വിരസതയുണ്ടാക്കുന്നുവെങ്കിൽ ക്ഷമിക്കുക. സാഹിത്യം എന്തെന്ന് ശ്രദ്ധിച്ചിട്ടില്ലാത്ത, സാഹിത്യ അഭിരുചി തീരെ ഉണ്ടായിരുന്നിട്ടില്ലാത്ത, അങ്ങനെയുള്ള അഭിരുചിയുള്ള ഒരു കുടുംബ പാരമ്പര്യമില്ലാത്ത, അങ്ങനെ ഗുരുവര്യന്മാരില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് സാധാരണ ഗൾഫുകാരനായി ഒരു 20-ാമത്തെ വയസ്സിൽ ഗൾഫിലെത്തി സാധാരണ ഗൾഫ് ജീവിതം ജീവിച്ചു കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് സാഹിത്യകാരനാവുക എന്നത് വൈചിത്രം നിറഞ്ഞ ഒരു കഥയാണ്. ഗൾഫിന് മാത്രം കഴിയുന്ന ഒരു മാറ്റിമറിക്കൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് എന്നിലെ സാഹിത്യ ജീവിതം, ബെന്യാമിൻ എന്ന സാഹിത്യകാരൻ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഗൾഫിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരിക്കൽ ഞാൻ എവിടെയോ ഒന്ന് എഴുതി, ഗൾഫ് എന്ന് പറയുന്നത് ഒരു വലിയ മക്കൊണ്ടയാണ്, ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ വലിയ കേന്ദ്രമാണ് എന്ന്. നമ്മൾ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ കഥകളൊക്കെ വായിച്ചിട്ട് മാജിക്കൽ റിയലിസത്തെക്കുറിച്ചും മാന്ത്രികതയെക്കുറിച്ചും ഒക്കെ നമ്മൾ അത്ഭുതം കൂറുകയും ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നും ഇങ്ങനെയൊക്കെ കഥകളുണ്ടോ എന്നും ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും നടക്കുന്നതാണോ എന്ന് അത്ഭുതം കൂറുമ്പോൾ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് നമ്മോട് പറഞ്ഞത് ഇത് ഞങ്ങളുടെ ലാറ്റിൻ അമേരിക്കയുടെ ജീവിതമാണ്, ഇതൊരു കഥയല്ല എന്നതാണ്. അതേപോലെ തന്നെ ഗൾഫ് എന്ന് പറയുന്ന സാഹചര്യം 100 മാജിക്കൽ റിയലിസം നിറഞ്ഞ കഥകളുടെ ജീവിതങ്ങളുടെ ഉറവിടമാണ്, കേന്ദ്രമാണ് എന്ന് പറയുവാനാണ് ഞാൻ നിങ്ങളോട് ശ്രമിച്ചത്, ബാബുവിൻ്റെ കഥയിലൂടെ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ ഓരോ ജീവിതങ്ങളും ഇത്തരത്തിൽ കഥകളാണ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് നമ്മളുടെ ഇടയിൽ നിന്ന് ഇത്തരം വ്യത്യസ്തതരമായ കഥകൾ പിന്നെയും ഉണ്ടായി വരുന്നില്ല? ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കഥകളുണ്ടാകും. ലാറ്റിൻ അമേരിക്കയിലെ ഒരു എഴുത്തുകാരൻ അടുത്തിടെ പറഞ്ഞത് ഇന്ത്യയെ പോലെ
മാജിക്കൽ റിയലിസം നിറഞ്ഞ മറ്റൊരു ലോകം ലോകത്തെവിടെയുമില്ല. നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ കൃത്യമായി കാണുന്നില്ല, അറിയുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് അത്തരം കഥകൾ, വിശ്വോത്തര കഥകൾ ഉണ്ടാവാത്തത് എന്നാണ്. എനിക്ക് നമ്മൾ ഓരോരുത്തരോടും പറയുവാനുള്ളത് അതുതന്നെയാണ്. നാം നമ്മുടെ ജീവിതങ്ങളെ, നമ്മൾക്കിടയിലെ ജീവിതങ്ങളെ അറിയുകയും കാണുകയും തിരിച്ചറിയുകയും അത് രചനകളിലേക്ക് പകർത്താനും ശ്രമിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ജീവിതങ്ങളില്ല, സാധാരണ ജീവിതങ്ങളാണ് എന്ന് തോന്നുന്നത് എന്നാണ് എൻ്റെ വിചാരം. നമ്മുടെ ജീവിതങ്ങൾ പറയപ്പെട്ടാൽ, അത് പറഞ്ഞാൽ അത് നിശ്ചയമായും അതിന് ലോകത്ത് എവിടെയും വായിക്കപ്പെടാൻ തക്ക ത്രാണിയുള്ളത്ര കരുത്തുള്ള ജീവിതങ്ങളും കഥകളുമായി തീരും എന്ന് തന്നെയാണ് എൻ്റെ വിചാരവും വിശ്വാസവും. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നിങ്ങൾ നൽകുന്ന ഈ സ്നേഹം അതെൻ്റെ ജീവിതത്തിലെ പാഥേയമാണ്, ഒരു എഴുത്തുകാരൻ്റെ അന്നമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ നൽകുന്ന വിമർശനങ്ങൾ എൻ്റെ എഴുത്തിനേക്കുള്ള വലിയ വഴിവിളക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പാഥേയം തന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ സന്ധ്യയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നു. ഈ സന്ധ്യ എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം, എൻ്റെ ഹൃദയത്തോടൊപ്പം എന്നും ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇത് നൽകുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ഇത്രയും സമയം എനിക്ക് വേണ്ടി ചിലവഴിച്ച മണിക്കൂറുകൾ നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് ഞാൻ എഴുത്തുകാരനായി തുടരുക, നിങ്ങൾക്ക് വ്യത്യസ്തതരമായ വാക്കുകൾ, കഥകൾ കൊണ്ടുതരിക എന്നുള്ളതാണ്. എൻ്റെ കഴിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, എൻ്റെ കഴിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ സമയം നിങ്ങൾക്ക് തിരിച്ചു നൽകും, എൻ്റെ വാക്കുകളിലൂടെ തിരിച്ചു നൽകും എന്നൊരു ഉറപ്പ് നൽകിക്കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഈ സന്ധ്യയ്ക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.